വാർഷിക റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. സംസ്ഥാന സർക്കാർ ഓരോ വർഷവും മാർച്ച് 31 മുമ്പായി കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിൽ വകുപ്പുകൾ പ്രകാരം എടുത്ത വിവിധ നടപടികൾ സംബന്ധിച്ച്, വിവിധ പദ്ധതികളെ സംബന്ധിച്ച്, പ്ലാനുകൾ തയ്യാറാക്കിയതിനെ സംബന്ധിച്ച് മുൻവർഷം നടപ്പാക്കി വരുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സമർപ്പിക്കേണ്ടതാണ്. ഇതിങ്ങനെയാണ് ഒരു വർഷം പട്ടികജാതിക്കാരുടെ പദ്ധതിയിൽ ഇത്ര രൂപ അനുവദിച്ചു, ഇത്ര രൂപ ലാപ്സായിപ്പോയി, കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചില്ല, കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയില്ല എന്നൊക്കെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാർഷിക റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ടാണ് അല്ലേ. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് കേരളം ഭരിക്കാത്ത പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയുടെ പണം ഇവിടെ ഉപയോഗിക്കത്തില്ല എന്ന് പറയും. ഏതിന്? SC/ST വികസനത്തിന് ഉപയോഗിക്കത്തില്ല, ബാക്കി എല്ലാത്തിനും ഉപയോഗിക്കും അല്ലേ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വേറൊരു പാർട്ടി ആയതുകൊണ്ട് ഇവിടെ അൺടച്ചബിലിറ്റി ഉണ്ടെന്നാണ് പറയും. ഏത് ഫണ്ടിൽ? SC/ST ഫണ്ടിൽ. അവരുടെ പൈസ നമുക്ക് വേണ്ടത്. എങ്ങനെയുണ്ട്? ആ പൈസ കൊണ്ടെങ്കിലും പട്ടികജാതിക്കാർ രക്ഷപ്പെട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ വാർഷിക റിപ്പോർട്ട്, സാമ്പത്തിക വിഷയങ്ങൾ, ബഡ്ജറ്റുകൾ പട്ടികജാതി വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പഠിക്കേണ്ടത് വളരെ അനിവാര്യം. SC/ST ആക്ടിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. വാർഷിക റിപ്പോർട്ടിനെ കുറിച്ചും പദ്ധതികളെക്കുറിച്ചും പദ്ധതി നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ SC/ST ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ടേബിൾ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ SC/ST ആക്ട് പ്രകാരം ഒരു കുറ്റം ചെയ്താൽ എത്ര രൂപ കോമ്പൻസേഷൻ കിട്ടും. ഇവിടെ നമ്മൾ കോമ്പൻസേഷനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, ശിക്ഷയെക്കുറിച്ചല്ല. ഓക്കെ. ഭക്ഷ്യയോഗ്യമല്ലാത്തതോ വെറുപ്പ് ഉളവാക്കുന്നതോ ആയ എന്തെങ്കിലും വസ്തുക്കൾ എടുപ്പിക്കുക. അങ്ങനെ എടുപ്പിച്ചാൽ നിയമത്തിലെ സെക്ഷൻ 3(1)(a) പ്രകാരം കുറ്റമാണ്. അതിന് 1,00,000 രൂപ കോമ്പൻസേഷൻ കിട്ടും. എത്ര വർഷം ശിക്ഷ കിട്ടും എന്ന് ചോദിച്ചാൽ SC/ST ആക്ട് പ്രകാരം ശിക്ഷിക്കുന്നത് മിനിമം 7 വർഷത്തേക്കാണ്. എന്തുകൊണ്ടാണ് 7 വർഷം ശിക്ഷ എന്ന് പറയുന്നത്? മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കത്തില്ല. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും കേസ് നിൽക്കില്ല. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി മാത്രമേ കേസ് നിൽക്കൂ. സ്പെഷ്യൽ കോടതിയിൽ കേസ് നിൽക്കൂ. സ്പെഷ്യൽ കോടതിയിൽ കേസ് നിന്നാൽ മിനിമം ശിക്ഷ 7 വർഷമാണ്. IPCയിൽ ശിക്ഷ കൂടുതൽ, 7-ൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയും കിട്ടും. ഓക്കെ. അപ്പോൾ SC/ST ആക്ട് പ്രകാരമുള്ള മിനിമം പണിഷ്മെൻറ്റ് എത്രയാണ്? 7 വർഷമാണ്. പിന്നെ ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് 6 മാസത്തിൽ കുറയാത്ത കാലാവധിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ കുറയാത്ത കാലാവധി എന്ന് പറഞ്ഞാൽ അത് മിനിമം പണിഷ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അടുത്തത് വിസർജ്യങ്ങൾ, അഴുക്കുകൾ, ജന്തുക്കളുടെ ജഡം അല്ലെങ്കിൽ മറ്റു വെറുപ്പുളവാക്കുന്ന വസ്തുക്കൾ ഇടുക. അപ്പോൾ വിസർജ്യങ്ങൾ എന്നതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ വിസർജ്യത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അഴുക്കുകൾ, ജന്തുക്കളുടെ ജഡം അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്ന വസ്തുക്കൾ ഇട്ടാൽ 3(1)(b) പ്രകാരമാണ് കേസെടുക്കുന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്തതോ വെറുപ്പുളവാക്കുന്നതോ ആയ വസ്തു എടുപ്പിക്കുക. ഭക്ഷ്യയോഗ്യമല്ലാത്തതോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഭക്ഷ്യയോഗ്യമായ സാധനം ഇന്ന് ഭക്ഷ്യയോഗ്യമല്ലാതാകാം. അതും ഇതിൻ്റെ പരിധിയിൽ വരും. അപ്പം നിയമം നമ്മൾ പ്ലെയിനായിട്ട് ഇങ്ങനെ വായിച്ചാൽ മാത്രം പോരാ. ആ നിയമം വായിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണം കൂടി വായിക്കണം. വിശദീകരണം എവിടെയാണ് കിട്ടുന്നത്? വിശദീകരണം കിട്ടുന്നത് പഴയ കേസിലാണ്. അതിനെ നിയമത്തിൻ്റെ ഭാഷയിൽ പ്രീസിഡൻ്റ് എന്ന് പറയും. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജഡ്ജിമെൻറ്റുകളാണ് പ്രീസിഡൻ്റായി നിയമത്തിൽ പറയുന്നത്. അടുത്തത് വിസർജ്യങ്ങൾ, അഴുക്കു വസ്തുക്കൾ, ജന്തുക്കളുടെ ജഡം തുടങ്ങിയവ മനഃപൂർവ്വമായി പരിക്കേൽപ്പിക്കുന്നതിനും മാനഹാനി ഉണ്ടാക്കുന്നതിനും ഉപദ്രവിക്കുന്നതിനുമായി തള്ളുക. അപ്പം ഈ വിസർജ്യങ്ങൾ, അഴുക്ക് ജലം, ജന്തുക്കളുടെ ജഡം എന്നതിന് 2 വകുപ്പുകളും ഏതൊക്കെയാ? 3(1)(b)യും 3(1)(c)യും. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം.
3.1 ബിയിൽ പറയുന്നത് വിസർജ്യങ്ങളും അഴുക്കുവെള്ളവും ജന്തുക്കളുടെ ജഡവും എന്നിവ വെറുപ്പുളവാക്കുന്ന വസ്തുക്കൾ ഇടുക എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. പക്ഷേ 3.1 സിയിൽ പറയുന്നത് എന്താണ്? മനഃപൂർവ്വം പരിക്കേൽപ്പിക്കണമെന്നും മാനഹാനി ഉണ്ടാക്കണമെന്നും ഉദ്ദേശത്തോടെ ഇടുക. ആദ്യത്തതിന് ഇൻറ്റൻഷൻ ഇല്ല, രണ്ടാമത്തതിന് ഇൻറ്റൻഷൻ ഉണ്ട്. ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ എന്തു കൂടും? ഒഫൻസിൻ്റെ ഗ്രാവിറ്റി കൂടും. ഇൻറ്റൻഷൻ കുറഞ്ഞാൽ ഒഫൻസിൻ്റെ ഗ്രാവിറ്റി കുറയും. ആ ഇൻറ്റൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇൻറ്റൻഷൻ ഇല്ലയോ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വക്കീലന്മാർക്ക് അറിയാം എന്ത് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, വിസർജ്യങ്ങൾ, അഴുക്ക് വസ്തുക്കൾ, ജന്തുക്കളുടെ ജഡം തുടങ്ങിയവ മനഃപൂർവ്വമായി പരിക്കേൽപ്പിക്കുന്നതിനും മാനഹാനി ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇട്ടതെങ്കിൽ 3.1 ബിയിൽ നിന്ന് 3.1 സിയിലേക്ക് അതിൻ്റെ ഒഫൻസ് ജമ്പ് ചെയ്യും. അങ്ങനെ ഒഫൻസ് ജമ്പ് ചെയ്താൽ പണിഷ്മെൻറ്റും ജമ്പ് ചെയ്യും. ഇതിന് 1,00,000 രൂപയാണ് കോമ്പൻസേഷൻ. അപ്പോൾ 1995 കോമ്പൻസേഷനാണ് 1,00,000 രൂപ. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരവും കേരള പോലീസ് ആക്ട് പ്രകാരവും ഉള്ള കോമ്പൻസേഷൻ 500 രൂപയിൽ നിന്ന് 11,000 രൂപയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ SC/ST ആക്ട് പ്രകാരമുള്ള കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കണമെന്ന് നമ്മളാരും മിണ്ടാറില്ല. മിനിമം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് പോസ്റ്റ് എങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലും ഒക്കെ ഞാൻ പറഞ്ഞതാണ്, ഒരു മനുഷ്യനും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ഓക്കെ, 1995 കോമ്പൻസേഷനാണ് 2025 നമ്മൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. കൈപ്പറ്റുന്ന എത്ര പേരുണ്ടെന്നുള്ള രണ്ടാമത്തെ കാര്യം. അടുത്തത്, ചെരുപ്പുമാല ഇടുക അല്ലെങ്കിൽ നഗ്നയായി പരേഡ് നടത്തുക അല്ലെങ്കിൽ അർദ്ധനഗ്നരാക്കി പരേഡ് നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ 3.1 ഡി പ്രകാരമാണ് ഒഫൻസ് കണക്ക് കൂട്ടുന്നത്. ചെരുപ്പുമാല ഇടുക, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ചെരുപ്പുമാല അണിയപ്പെട്ടത് മഹാനായ ഡോക്ടർ അംബേദ്കറിൻ്റെ പ്രതിമയിലാണ്. 24 PhD ഉള്ള ആ മഹാനെ ഏപ്രിൽ 14 എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക വൈജ്ഞാനിക ദിനമാണ്. ഇന്ത്യയിലെ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം മാത്രമല്ല, ലോക വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരമാണ് മഹാനായ ഡോക്ടർ അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചെരുപ്പുമാലകളിലാണ് ഇന്ത്യയുടെ ഭാരത സംസ്കാരം പേറുന്ന ഇന്ത്യക്കാരിടുന്നത്. ഭാരത സംസ്കാരമാണ്, ആർഷഭാരത സംസ്കാരമാണ്, സനാതന ധർമ്മമാണ് ഇന്ത്യയെ നിയന്ത്രിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും ചെരുപ്പുമാല ഇടുന്ന സംസ്കാരമാണ് എന്ന് മനസ്സിലാക്കിയാണ്. അവിടെ എത്രയാണ്? പിന്നെ മനുഷ്യരെ നഗ്നരായി നടത്തുന്ന ഒരു സമൂഹം. അത് കുറച്ച് സന്യാസിമാർ തുണിയില്ലാതെ കുംഭമേളയ്ക്ക് പോയ കാര്യമല്ല നമ്മൾ പറഞ്ഞത്. നിർബന്ധിച്ച് സ്ത്രീയെയും പുരുഷനെയും നഗ്നരായി പരേഡ് നടത്തുന്ന രാജ്യം, അർദ്ധനഗ്നരായി പരേഡ് നടത്തുന്ന രാജ്യം. അവരെന്തിനു വേണ്ടിയാ? അവരുടെ മാനഹാനി മാനഹാനി വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമം നടത്തുന്നത്. ഇതിന് കേസെടുക്കാൻ പോലീസുകാർ പോലും ഇല്ല. ഉത്തർപ്രദേശിൽ ഒരു അത്യപൂർവമായ വിളംബരം പ്രഖ്യാപിച്ചു എന്ന് ഈ സോഷ്യൽ മീഡിയയിലെ കണ്ടു. കിണറിൻ്റെ സമീപത്തോടുകൂടി ദളിതൻ യാത്ര ചെയ്താൽ, കൃഷിയിടത്തിൻ്റെ സമീപത്തോട് ദളിതൻ യാത്ര ചെയ്താൽ ദളിതനെ 5000 തവണ അടിക്കുകയും 5000 രൂപ കോമ്പൻസേഷനും 100 ചാട്ടവാറടിയും പ്രഖ്യാപിച്ചു. SC/ST ആക്ടിൻ്റെ നഗ്നമായ ലംഘനമാണത്. SC/ST ആക്ട് അറിയാവുന്നവർക്കല്ലേ പ്രതികരിക്കാൻ പറ്റും. അപ്പോൾ ഇതിനും കോമ്പൻസേഷൻ 1,00,000 രൂപയാണ്. ഏത് വർഷത്തെ? 1995 1,00,000 രൂപ. വസ്ത്രമുരിയുന്നതിന് നിർബന്ധിക്കുക, നിർബന്ധപൂർവം തലമുണ്ടനം ചെയ്യുക, മേൽമീശ വടിച്ചു കളയൽ, മുഖത്ത് ശരീരത്ത്
ചായം തേക്കൽ. ഈ ബഫൂണുകളെയൊക്കെ ചായം തേച്ച് ഇങ്ങനെ സർക്കസിൽ പ്രദർശിപ്പിക്കും. അതുപോലെ പട്ടികജാതിക്കാരെ കാണുമ്പം ചിലർക്കടെ സോക്കേടാണ്. ഇതൊക്കെ വസ്ത്രം നിർബന്ധപൂർവ്വം ഉരിഞ്ഞു മാറ്റുക അല്ലേ? വസ്ത്രം എന്തിൻ്റെ ചിഹ്നമാണ്? അധികാരത്തിൻ്റെ അഭിമാനത്തിൻ്റെയും ചിഹ്നമാണ് വസ്ത്രം അല്ലേ? മാറുമറയ്ക്കുന്നതിന് വേണ്ടി സമരം നടന്ന, സമരം മാത്രമോ, തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ സായുധ കലാപം നടന്ന രാജ്യമാണ്, അല്ല സംസ്ഥാനമാണ് ഏതാ? കേരളം. പിന്നെ ചേലക്കര എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ. ചേലക്കര, തൃശ്ശൂർ ജില്ലയിൽ. ചേലക്കരയുടെ പ്രത്യേകത എന്താ? മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവർക്ക് തുണി, ചേല എന്ന് പറഞ്ഞാൽ തുണി കൊടുത്ത സ്ഥലം കേരളത്തിലാദ്യമായി. അതാണ് ചേലക്കര. അതൊരു പട്ടികജാതി സംവരണ മണ്ഡലമാണ് ചേലക്കര. ചേലക്കരയുടെയൊക്കെ ചരിത്രം അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ വസ്ത്രമുരിയാൻ നിർബന്ധിക്കുക, നിർബന്ധപൂർവം തലമുണ്ടനം ചെയ്യുക, മേൽമീശ വടിച്ചു കളയുക, മുഖച്ചായം തേക്കുക മുതലായ കലാപരിപാടികൾ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരുടെയും ഇടയിൽ വ്യാപകമായി നടത്തപ്പെടുന്നുണ്ട്. അങ്ങനെ നടത്തുന്നവന് 7 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും അവൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കോമ്പൻസേഷനും ഇപ്പോഴത്തെ നിയമപ്രകാരം ലഭിക്കുന്നതാണ്. അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. 1995 കോമ്പൻസേഷനാണ്. അത് പുതുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മിനിമം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് പോസ്റ്റെങ്കിലും ചെയ്യണം. ഓക്കെ, ഇങ്ങനൊരു സാധനമുണ്ടെന്ന് പ്രചരിപ്പിക്കാനെങ്കിലും കഴിയുമല്ലോ.